അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, പരിശുദ്ധമായ റമദാനിൻ്റെ സുന്ദരമായ സുദിനങ്ങളിലൂടെയുള്ള പ്രയാണത്തിലാണ് ഓരോ വിശ്വാസിനികളും. അള്ളാഹു നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളെയും നമ്മുടെ നോമ്പിനെയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെ റബ്ബിൻ്റെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ കടന്നു പോകാൻ ഉതകുന്ന നോമ്പായിട്ട് നമ്മുടെ നോമ്പിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ, സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന 4 വിഭാഗം ആളുകൾ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഫഖ്റഉൽ ഖുർആൻ ഓതുന്നവൻ. രണ്ടാമതായിട്ട് അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തി ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവൻ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ അയൽവാസികൾക്ക് ചില ആളുകളെ കൊണ്ട് പ്രയാസത്തിലാണ്, കൂട്ടുകാർക്ക് മറ്റൊരു കൂട്ടുകാരനെ കൊണ്ട് അവൻ പ്രയാസത്തിലാണ്. ഇങ്ങനെ നാവ് കൊണ്ടുണ്ടാകുന്ന പല വിപത്തുകളും പല പ്രയാസങ്ങളും ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തി ഒരു മനുഷ്യനെ വകവരുത്തുന്നതിനേക്കാളും വലിയ ശിക്ഷയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ്റെ ഫിത്ന പറയാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയ ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവൻ, ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ സുന്ദരമായ സുദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് നഷ്ടപ്പെട്ടു പോകാതെ, അത് വൃഥാവിലായി പോകാതെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായി തീരുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.